വണക്കം, നമസ്കാരം, സത് ശ്രീ അകാൽ. ഞാൻ നിങ്ങളുടെ മോട്ടീവ് ഫൈൻഡർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വ്യക്തിത്വം എന്ന് പറയാൻ വേണ്ടി അപർണ ബാലമുരളി. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല. ആഹ് ഇന്ന് ഞാൻ കിഷ്കിന്ധാകാന്ഡം സിനിമ ഒന്നുകൂടി കണ്ടു. ഹോട്ട്സ്റ്റാറിൽ റിലീസായപ്പോൾ തിയേറ്ററിൽ പോയി കണ്ട സിനിമ തന്നെയാണ്. ഇതൊരു മൂവി റിവ്യൂ ആയിട്ട് വേണമെങ്കിലും കരുതാം. ബോഡി ഷെയ്മിങ്, മൂവി റിവ്യൂ എന്ന് ഉപരി ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് അനുഭവിക്കുന്ന ഒരാളെന്ന് തോന്നുമെങ്കിൽ അത് അപർണ ബാലമുരളി തന്നെയായിരിക്കും. മുമ്പ് നയൻതാര ഇതേ രീതിയിൽ തന്നെ ഒരു അനുഭവിച്ചിട്ടുള്ളതാണ്. ഗജനി എന്ന് പറഞ്ഞൊരു മൂവിയില് ഹിപ്പ് ഭയങ്കര വലുതായി ഇതായിട്ടുള്ളത്. അതുപോലെ തന്നെ റായൻ മൂവി ഇറങ്ങിക്കഴിഞ്ഞപ്പോ ആണ് കൂടുതലും ഈ പറഞ്ഞ പോലെ അപർണ ബാലമുരളി വളരെ തടിച്ചുപോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു ഇതൊക്കെ. അതിന് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പുള്ളിക്കാരി അതിനെ റിയാക്ട് ചെയ്തു. ഒരു റിയാക്ട് ചെയ്തെന്നല്ല, അതിനെ മൈൻഡ് പോലും ചെയ്ത വ്യക്തിത്വമായ രീതിയിൽ കോൺഫിഡൻസോടുകൂടി പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് തൈറോയിഡ് അസുഖമുള്ളവർക്ക് ബോഡി വലുതാവുന്ന വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അതാണ് നമുക്ക് വേണ്ടത്. പക്ഷെ പുള്ളിക്കാരിക്ക് സിനിമകളിലും ഒരു കുറവില്ല. കിഷ്കിന്ധാണ്ടത്തിലൊക്കെ അഭിനയിച്ചപ്പോൾ പുള്ളിക്കാരി ഓൾറെഡി ഓവർ വെയിറ്റഡ് ആണെന്ന് എല്ലാവരും വിധി എഴുതിയെങ്കിൽ പോലും ഇപ്പോ ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയുടെ വിശേഷം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നായിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി വെയിറ്റ് ആണ്. അതൊന്നും ഒരിക്കലും ബോഡി ഷെയ്മിങ്ങിനായിട്ടുള്ള ഇത് ചെയ്യുന്നവരെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. അവരെ അംഗീകരിക്കരുതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അപ്പൊ പലവരിൽ നമ്മുടെ ഒരു സെക്കൻഡ് ക്ലാസ് എത്രയിൽ തുടങ്ങി, പിന്നെ മഹേഷിന്റെ പ്രതികാരത്തിലെത്തിയപ്പോ കുറച്ചുകൂടി വളരെ വലിയ വലിയ രീതിയിൽ പുള്ളിക്കാരി പോപ്പുലറായി. പിന്നെ നമ്മുടെ മലയാളത്തിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു നായികയാണ് അപർണ ബാലമുരളി. വളരെ സൂപ്പറായിട്ട് പാടുകയും ചെയ്യും. നല്ല രീതിയിൽ പാട്ട് പാടുന്ന കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപർണയുടെ സിനിമകളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. ഈ ലാസ്റ്റ് ഇറങ്ങിയത് കിഷ്കിന്ധാണ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കിഷ്കിന്ധാകാന്ഡം കാണാത്തവർ കണ്ടു നോക്കൂ. സൂപ്പർ മൂവിയാണ്. നല്ല ക്ലൈമാക്സ് ആണ്. നമുക്ക് ബോറടിപ്പിക്കാതിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു ത്രില്ലർ മൂവിയാണ് കിഷ്കിന്ധാകാന്ഡം. കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്നത് ഹനുമാന്റെ ഒരു ഇതിലോട്ട് വരുന്ന ഒരു മൂവിയാണ്. അതായത് ഹനുമാൻ കുരങ്ങന്മാരെ സംബന്ധിച്ചുള്ള രീതിയിൽ ആ ഒരു പരിസരത്ത് ജീവിക്കുന്നവർ അതിനായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു മലയാളം മൂവി എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെയായിട്ടും അങ്ങനെ ഒരു മൂവി ആരും ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടു നോക്കൂ കിഷ്കിന്ധാകാന്ഡം. അപർണ ബാലമുരളിയുടെ ബാക്കിയുള്ള സിനിമകൾ കണ്ടു നോക്കൂ. ഇതുവരെയായിട്ടും ഒരു മൂവിയും തോറ്റതായിട്ട് അറിവില്ല. എല്ലാം വിജയിച്ച പടങ്ങളാണ്. സോ അപർണ ബാലമുരളിക്ക് കിട്ടുന്നത് മോട്ടിവേഷൻ. നിങ്ങളുടെ മോട്ടിവേഷൻ എന്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ, എന്റെ സംസാരം ഇഷ്ടമാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.